ഹായ് ഗായ്സ്, ഏവർക്കും വി എൻ ഷൈൻ മീഡിയയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. മാസങ്ങളായിട്ട്. മെയിനായിട്ട് നമുക്ക് കണ്ടന്റ് ക്ഷാമമാണോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. കണ്ടന്റ് ക്ഷാമമൊന്നുമല്ല, അത്യാവശ്യത്തെ കൂടുതൽ കണ്ടന്റുകൾ ഉണ്ട് ഇപ്പോൾ സമൂഹത്തിൽ. നമ്മൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാനലിൽ ചർച്ച ചെയ്യാറ്. നമ്മളെ മല്ലു റൈഡേഴ്സ് ആണെങ്കിൽ നമ്മളെ ട്രിപ്പും കാര്യങ്ങളും തമാശകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ്ഡ് ഓൺ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഓൺലി, ലൈക്ക് ന്യൂസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമുക്ക് പുതിയ പുതിയ അറിവുകൾ പ്രദാനം ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്, അതായത് വി എൻ ഷൈൻ മീഡിയ. അപ്പം നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗുരുവായൂർ ക്ഷേത്രത്തിനെ പറ്റിയിട്ടാണ്. ഇത് ഞാൻ ഈ ടോപ്പിക് എടുക്കാൻ തന്നെ കാരണം കുറേ കാലം ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നൊരു സംഭവമാണ്. പറയണോ വേണ്ടയോ എന്ന്. കാരണം ക്ഷേത്രത്തിന്റെ കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ചാനലിൽ ചർച്ച ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പൊ തോന്നുന്നു അത് ചർച്ച ചെയ്യാതിരുന്നത് ശരിയാവില്ല എന്ന്. ഈ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവരാറ്. അപ്പൊ അതേ ഗണത്തിൽപ്പെടുന്ന ഒരു സംഭവമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തള്ളല്. അതായത് വേറൊന്നുമല്ല, നമ്മൾ തൊഴാൻ ചെല്ലുമ്പോൾ ഭഗവാന്റെ മുന്നിലേക്ക് പിടിച്ചെടുത്ത് തള്ളി മാറ്റും. അത്രയും നേരം കാത്തു നിന്നിട്ട് ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ ഇതിലിപ്പോ എന്താ ഇത്ര പുതുമ എന്ന് വിചാരിക്കുന്നുണ്ടാവും ക്ഷേത്രത്തിൽ പോയവരൊക്കെ. കാരണം ഇത് പണ്ട് കാലം തൊട്ടിട്ട് തന്നെ നമ്മളിത് ശീലിച്ചു പോകുന്നതുകൊണ്ട്. ദേവസ്വം ബോർഡാണ് ഈ ക്ഷേത്രത്തിന്റെ അധികാരിയായിട്ട് ഇരിക്കുന്നത്. അതിനാൽ തന്നെ എനിക്ക് പറയാനുള്ളത് ഗവൺമെന്റിനോടാണ്. ഇപ്പോൾ ഉള്ള ഗവൺമെന്റിനോട് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന ഗവൺമെന്റിനോടും ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അപേക്ഷയൊന്നുമില്ല കേട്ടോ, പറയാൻ തന്നെ ഉള്ളതാണ്. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിപ്പോ ഒരു ഹൈന്ദവ ആരാധനാലയം ആണല്ലോ, അതായത് ഹിന്ദുക്കളുടെ ഒരു ആരാധനാലയമാണ് ഗുരുവായൂർ ടെമ്പിൾ. എത്രയോ അല്ലാത്ത ഭക്തരും അവിടെ പുറത്തു നിന്ന് പ്രാർത്ഥിക്കുന്ന ഒക്കെ ഉണ്ട്. ഓക്കെ, അതെന്തും ആയിക്കോട്ടെ. പക്ഷെ ഇതിൽ ഞാൻ ഫോക്കസ് ചെയ്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, അവിടെ ദേവസ്വം ബോർഡ് ആളുകളെ നിയമിക്കുമ്പോൾ നിർബന്ധമായും ഒരു വിശ്വാസികളായിട്ടുള്ള ആളുകളെ മാത്രം ഒന്ന് നിയോഗിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അതായത് നിയമിക്കാൻ ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുന്നത്തെ വർഷമോ ഏതെങ്കിലും സമയം എനിക്ക് ഓർമ്മയില്ല, അന്ന് തന്നെ ഞാൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞാൻ കുറേ ബിസി ആയിപ്പോയി പഠനം കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഒരു മാനസികാസ്വാസ്ഥ്യമുള്ള പയ്യൻ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വന്നപ്പം, പണ്ട് എന്ന് പറഞ്ഞാൽ ഈ 2 മാസം മുന്നേ 3 മാസം മുന്നേറ്റം. അപ്പോൾ എനിക്ക് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. എനിക്ക് കറക്റ്റ് ഡേറ്റ് ഓർമ്മയില്ല. അപ്പൊ ആ ടൈമിൽ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, എത്ര പേര് കണ്ടെന്ന് അറിയില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഭഗവാന്റെ മുന്നിൽ തൊഴാൻ വന്നപ്പോ ഇതേപോലെ ഇവര് പിടിച്ച് തള്ളിയപ്പോ ഈ പയ്യൻ അങ്ങോട്ടും തള്ളി. അവസാനം അത് ഭയങ്കര ഇഷ്യൂ ആയി. അങ്ങനെ തള്ളരുതെന്നൊക്കെ പറഞ്ഞു വന്നിരുന്നു. പക്ഷെ ഇന്നും അത് നടക്കുന്നുണ്ട്, തള്ളുന്നുണ്ട്. എത്രയോ മണിക്കൂറുകള് ലൈൻ നിന്നിട്ട് ഭഗവാന്റെ മുന്നിൽ നിന്ന് എത്തുമ്പോൾ ഒന്ന് ഒരു നോക്ക് കണ്ടിട്ട് ഒന്ന് തൊഴാൻ നോക്കുമ്പോഴത്തേക്കും തള്ളും. അടുത്ത ആൾക്കാർ വരട്ടെ പറഞ്ഞിട്ട്. ഇതിങ്ങനെ ആൾക്കാർ വെറുതെ വന്നു പോകാനല്ല, പ്രാർത്ഥിക്കാനാ വരുന്നത്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ആൾക്കാരൊക്കെ ക്ഷമയോടെ ഇത്രയും മണിക്കൂർ കാത്തുക്കുന്നുണ്ട്. പിന്നെ അപ്പൊ ഇവര് പറയുന്ന ഒരു എക്സ്ക്യൂസ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്, ബാക്കിയുള്ളവർക്കും തൊഴണ്ടേ? ഇപ്പൊ തന്നെ പലരും ചിന്തിച്ചിട്ടുണ്ടാവും, ബാക്കിയുള്ളവർക്കും തൊഴണ്ടേ. ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു നിശ്ചിത സമയം അയാൾക്ക് പ്രാർത്ഥിക്കാൻ കൊടുക്കുക, കുറച്ച് സമയം ഉള്ള കാര്യങ്ങളൊന്നും പറയാനെങ്കിലും ഒരു അവസരം കൊടുക്കുക. ഇത് കാണുമ്പോഴത്തേക്കും പിടിച്ച് തള്ള. കാണാൻ മാത്രമല്ല, പ്രാർത്ഥിക്കാനും കൂടിയാണ് അവിടെ വരുന്നത്. അത് ഓർക്കണം നിങ്ങൾ, അവിടെ തള്ളാൻ നിൽക്കുന്ന ആൾക്കാർ. പിന്നെ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഇങ്ങനെ ഹിന്ദു സമൂഹം മെയിനായിട്ട് മിണ്ടാക്കുന്നവരാണ്. ഇപ്പൊ എല്ലാവരും ചിരിക്കുന്നുണ്ട്, പിന്നെ ഹിന്ദുക്കള് മിണ്ടാക്കാന്ന്. സത്യാണ്. നമ്മുടെ കാര്യത്തിന്, അതായത് ഹിന്ദുക്കളുടെ കാര്യത്തിന് ഹിന്ദുക്കൾ മിണ്ടാറില്ല. വേണ്ട കാര്യത്തിനൊന്നും. ബാക്കിയുള്ള മതങ്ങളൊക്കെ എടുത്ത് നോക്കൂ, എല്ലാവരും നല്ല രീതിയിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഹിന്ദു സമൂഹം അതിനൊന്നും തീരെ, സത്യം പറയാലോ, ഒരു കാര്യത്തിൽ ഇടപെടാത്ത സമൂഹമാണ്. അതായത് അമ്പല കാര്യങ്ങളിലാണെങ്കിലും എന്ത് കാര്യങ്ങളിലാണെങ്കിലും ഇങ്ങനെ മതത്തിന്റെ കാര്യങ്ങളിലൊക്കെ മെയിനായിട്ട് ഇടപെടാത്ത. പിന്നെ ഇതിൽ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പിടിച്ച് തള്ളുന്ന സീനുണ്ട്. അത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചായിരുന്നു. ഇങ്ങനെ തള്ളരുത് ആളുകളെ. കുറച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് മാറിക്കോട്ടെ. ഒന്ന് ഭഗവാനെ രക്ഷിക്കണേ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാനാവും ഒരു വരുന്നത്. അതൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു മാറിക്കോട്ടെ. കുറെ നേരം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, തള്ളിക്കോളൂ, കുഴപ്പമില്ല. പിന്നെ ഈ തള്ളുന്നതിന് ഞാൻ ഈ വിശ്വാസികളെ തന്നെ ഇത് ഏൽപ്പിക്കണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ,
അതായത് ദൈവവിശ്വാസികളെ മാത്രം ഏൽപ്പിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ നടേന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ അയാളോട് അപ്പം തന്നെ കറക്കും ചെയ്തതാണ്. ഞാൻ ഒരു കാര്യത്തിനും അങ്ങനെ എടുത്തടിച്ച് പറയുന്ന ആളല്ല. പക്ഷെ അന്ന് എനിക്ക് ദേഷ്യം പിടിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മുന്നിൽ തള്ളാൻ നിൽക്കുന്ന ആള് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് തിക്കായിട്ടോ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാണ്. ഇങ്ങനെ തള്ളി കയറിയിട്ടാവും ആൾക്കാർ ഇങ്ങനെ മുന്നോട്ട് വരിക. അപ്പൊ കുറച്ചു നേരം ഒന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഈ വ്യക്തി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ആളുടെ പേരറിയില്ല, പേരറിയെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞേ, ചിലരെ പോലെ പേര് പറയാതെ നിൽക്കൊന്നുമില്ല. അപ്പൊ ഈ വ്യക്തി എല്ലാരും ഇങ്ങനെ തള്ളുന്നുണ്ട്. ഇങ്ങനെ തള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളല്ല അദ്ദേഹം തള്ളുന്നത്. ഈ പെണ്ണുങ്ങളെ തള്ളാൻ പെണ്ണുങ്ങൾ അവിടെ വേറെ ഉണ്ട്. അത് അവരുടെ കാര്യം നോക്കിക്കോളൂ. ഇയാള് പെണ്ണുങ്ങളെ തള്ളുള്ളൂ, ആണുങ്ങളല്ല. തള്ളണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇയാള് തള്ളുന്ന രീതി എങ്ങനെയാന്ന് വെച്ചാൽ, പെൺകുട്ടികൾക്ക് ഇവിടെ കുറച്ച് ഭാഗം ഓപ്പൺ ആയിരിക്കുമല്ലോ, ബ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഭാഗം ഓപ്പൺ ആയിരിക്കും. അപ്പൊ ആ ഭാഗത്തേക്ക് വെച്ചിട്ട് തള്ളു. ഈ ഒരു സംഭവം ഞാൻ കോഴിക്കോട് ഒരു ബസ് സ്റ്റാൻഡ് നിൽക്കുമ്പോൾ ഒരു കിളി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പെൺകുട്ടികളെ തള്ളിക്കയറ്റെന്നുള്ള ഭാവത്തില്. അന്ന് അതിന്റെ കാര്യം ഞാൻ വേറൊരു എപ്പിസോഡ് പറയാം. കാരണം നമ്മളിപ്പോ ഗുരുവായൂരിന്റെ കാര്യമാണല്ലോ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ചെയ്തപ്പം പിന്നെ ഉള്ളത് ഞാൻ ഇപ്പൊ പറയണമെന്ന് വെച്ചു, പക്ഷെ കുറച്ച് ഡിസ്റ്റൻസാ. പറഞ്ഞു കഴിഞ്ഞാൽ ഷൗട്ട് ചെയ്യുന്ന പോലെ ഇപ്പം, കാരണം ഒച്ചത്ത് പറയേണ്ടി വരും കേൾക്കണമെങ്കിൽ. അപ്പം ഞങ്ങളുടെ ഇതെത്തിയപ്പോ എന്റെ വൈഫും എന്റെ ഒരു കസിനും ഉണ്ടായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരാണ് മുന്നിൽ നിന്നത്. അപ്പൊ ഇയാൾ ഇതുപോലെ കൈ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ കൈ പിടിച്ചു. കൈ പിടിച്ചിട്ട് പറഞ്ഞു, സ്ത്രീകളെ തൊട്ട് കളിക്കരുത്, സ്ത്രീകളെ തള്ളാനാണെങ്കിൽ ഇവിടെ വേറെ ആളുണ്ടല്ലോ, നിങ്ങൾ തള്ളണ്ട പറഞ്ഞു. പിന്നെ അയാൾ ആരും തള്ളിയില്ല, ഞാൻ കാണുന്നത് വരെ കേട്ടോ. അതിന്റെ ശേഷം അയാൾ തള്ളിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അയാൾ തള്ളിയില്ല. വേഗം പോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞോ, അല്ലാതെ സ്ത്രീകളുടെ മേത്തൊട്ട് കളിക്കരുത്. ഇയാള് കറക്റ്റ് അത് നമുക്ക് കണ്ടറിയാം. ഇങ്ങനെ തള്ളുക, ഇങ്ങനെ പ്രസ് ചെയ്തില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇമ്മാതിരി പരിപാടികള് ഇനി മേലെ അവിടെ കാണരുത്, ഉള്ളത് പറയണ്ടേ. പിന്നെ വേറൊരു കാര്യം ഉള്ളത് എന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മയും ചേച്ചിയും ഇപ്പൊ അടുത്ത് ഗുരുവായൂർ പോയിട്ടുണ്ട്. അപ്പൊ പോയ ടൈമില് അവിടെ കുറെ മണിക്കൂർ, ഇപ്പൊ ഇതിന്റെ മുന്നേ ഞാൻ പോയപ്പോഴും കുറെ മണിക്കൂറുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നട അടച്ചതാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്നാൽ അതിന്റെ സത്യാവസ്ഥ എല്ലാവരും അറിഞ്ഞിരിക്കുക. എൻ്റെ അമ്മ ചെന്ന് അന്വേഷിച്ചു. ആ ചേച്ചീനെ ലൈനിൽ നിർത്തിയിട്ട് അമ്മ പോയി നോക്കി, എന്താ വിടാത്തെ, എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണോ, എന്തെങ്കിലും പൂജ നടത്തണ്ടോന്ന്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ അകത്തുനിന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനെ കയറി കാണണമെങ്കിൽ 1000 രൂപേന്റെ ടിക്കറ്റ് എടുത്തോളൂ. ഇതിൽ നിങ്ങൾ വേറെ ആരും കുറ്റം പറയണ്ട. ഇത് ദേവസ്വം ബോർഡാണ് ഇപ്പൊ നടത്തുന്നത്. പണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രവണത ഇല്ലായിരുന്നു. ഈ കാശ് കൊടുത്തിട്ട് ദർശനം നടത്തേണ്ട ഗതികേടില്ലായിരുന്നു. ആകെ ആന്ധ്രാപ്രദേശില്, കർണാടകയിൽ, തമിഴ്നാട്ടിലും ആയിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. ഈ ക്യാഷ് കൊടുത്തിട്ട് ദർശനം കാണുക എന്നുള്ളത്. ഇവിടെ ഇപ്പൊ ഗുരുവായൂര് ദർശനം അങ്ങനെ പെയ്ഡായിട്ട് ദർശനം കാണേണ്ടത് 1000 രൂപയാണ് ഒരാൾക്ക്. അപ്പൊ ഇതിന് മുന്നേ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അങ്ങനെ തൊഴാൻ വേണ്ടി ലൈൻ നിൽക്കുന്ന ടൈമില് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരാൾ വന്നിട്ട് നമ്മളെ ഇടയെ കയറി നിന്നു, അവിടെ ഇരുന്നു. അയാൾക്ക് അറിയില്ല അങ്ങനെ എങ്ങനെ ലൈൻ നിൽക്കേണ്ടതെന്നു. അപ്പൊ അങ്ങനെ നിന്നപ്പോ അയാളുടെ അടുത്ത് പറഞ്ഞു, എന്താണ് ഇങ്ങനെ നിൽക്കുന്ന, ടെൻഷൻ ആയി നിൽക്കുന്നുണ്ടായില്ല. അപ്പൊ എല്ലാരും ചോദിച്ചു, എന്താ സാർ എങ്ങനെ നിൽക്കുന്നതെന്ന്. അപ്പൊ അയാൾ പറഞ്ഞു, ആന്ധ്രാപ്രദേശിലേക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള ട്രെയിന് 3 മണിക്ക് വരെ, എനിക്ക് പോവാൻ പറ്റുമോ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഞാൻ ടൈം നോക്കിയപ്പം 1:30 സമയം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ലൈൻ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും തൊഴാൻ കഴിയില്ല, സോറി ട്രെയിനിൽ പോകാൻ കഴിയില്ല. തൊഴാൻ നിൽക്കുകയാണെങ്കിൽ തൊഴാ, അല്ലെങ്കിൽ പോവാ എന്നുള്ള ഇതേ ഉള്ളൂ. അപ്പൊ അയാൾ പറഞ്ഞു, അയ്യോ ഇത്രയും ദൂരം വന്നിട്ട് തൊഴാതെ പോകുന്നത് ശരിയല്ലല്ലോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരിക്കലും അല്ല, നിങ്ങൾക്ക് തൊഴാണെങ്കിൽ ഇപ്പൊ എല്ലാരും പറഞ്ഞു ആ 1000 രൂപേന്റെ കൗണ്ടർ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ മാത്രം 1000 രൂപേന്റെ ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് പോവാം, അതാകുമ്പോൾ നിങ്ങൾക്ക് പ്രിവിലേജ് കിട്ടും, പെട്ടെന്ന് കയറി തൊഴും ചെയ്യാം. അപ്പൊ അയാൾ പറഞ്ഞു, അത് നടക്കൂലായിരുന്നു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോഴാണ് അയാൾ ബാക്കിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞത്, ഞങ്ങൾ 10 ആൾക്കാരുണ്ട്. ഈ 10 ആളുകൾക്ക് ഓരോരുത്തർക്കും 1000 രൂപ വെച്ചാകുമ്പോൾ 10000 രൂപ അവര് ദർശനത്തിന് വേണ്ടി കൊടുക്കണം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഒരു കാര്യം താങ്കൾ പുറത്തു നിന്ന് അകത്തേക്ക് സൈഡിൽ കൂടെ ഉള്ള ഡോർ വഴി അകത്തേക്ക് കയറിയിട്ട് നടക്കാൻ എത്താൻ പറ്റൂല എന്നുള്ളൂ, പുറത്തുനിന്ന് തൊഴുതിട്ട് പോയിക്കോളൂ എന്ന്. അല്ലാതെ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം തൊഴാൻ വരുന്ന ആൾക്കാരുടെ അവസ്ഥ. അങ്ങനെ അപ്പൊ അതും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 1000 രൂപേന്റെ ടോക്ക് എടുത്തിട്ട് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ അമ്മേന്റെ കാര്യം ഞാൻ പറഞ്ഞത്, അമ്മ ചെന്ന് ചോദിച്ചപ്പോ ഈ 1000 രൂപേന്റെ ആൾക്കാരെയാണ് ഫസ്റ്റ് വിടണേ. അത്രയും മണിക്കൂർ ഇത്രയും ജനങ്ങൾ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഗുരുവായൂർ പോവുകയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നുണ്ട്. 1000 രൂപേന്റെ ടിക്കറ്റ് എടുത്തവരെയാണ് ഫസ്റ്റ് കടത്തി വിടണേ.
പണ്ടൊക്കെ അതിനായിട്ട് സെപ്പറേറ്റ് വരി ഉണ്ടായിരുന്നു, അത് കൂടെ കയറിയാൽ മതി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. 1000 രൂപേന്റെ ടിക്കറ്റ് എടുത്തവരെ ഫസ്റ്റ് കിടത്തി വിട്ടതിന്റെ ശേഷമാണ് ബാക്കിയുള്ളവരെ കിടത്തി വിടണേ എന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത്. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. എനിക്ക് ഗവൺമെന്റിനോടാണ് പറയാനുള്ളത്, ഈ തള്ളലും കാര്യങ്ങളും ഒഴിവാക്കണം, ബോഡി ടച്ചിങ് ഒഴിവാക്കണം. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതിപ്പെടണം. ഓക്കെ, ഇപ്പൊ ന്യൂസിലാണെങ്കിൽ എന്തിലാണെങ്കിലും പരാതിപ്പെടണം. നിങ്ങളുടെ ദേഹത്ത് അനുവാദം ഇല്ലാത്തോട്ടുണ്ടെങ്കിൽ പരാതിപ്പെടുക. ഓക്കെ, അപ്പൊ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ വീണ്ടും ഓൺ എയർ ആവാൻ പോവാണ്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തോ. നമുക്ക് ചർച്ചകൾ നടത്താം, സംവാദങ്ങളാവാം. ബൈ.